1,30,000 റിയാലാണ് ഇൻസെൻറ്റീവ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു 10% ആണ് എൻ്റെ സെയിൽസ് പ്രോഫിറ്റിൻ്റെ 10% ആണ് അന്ന് എനിക്ക് സെയിൽസ് പണം ഉണ്ടാക്കാൻ തുടങ്ങി. ഓൾറെഡി 1 മില്യൻ്റെ ലോൺ ഇവിടെ കിടപ്പുണ്ട്. അത് കളക്കി. എന്നിട്ട് എന്ത് പറഞ്ഞു? 1 മില്യൺ ലോൺ ഇവിടെ കിടപ്പുണ്ട്. അപ്പം വീണ്ടും 1 മില്യൺ കൊടുക്കണം തുടങ്ങി. അപ്പോൾ കമ്പനി ഏതാണ്ട് നമ്മുടെ അടുത്തുനിന്ന് പിടിച്ചെടുക്കാനുള്ള പരിപാടിയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പാർട്ട്ണറിനും ഒരു ടെൻഷനായി. പുള്ളിക്കാരനെ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ എങ്ങനെ പാർട്ട്ണറെ ഒഴിവാക്കണം. എൻ്റെ ബ്രാൻഡ് ശരിക്കും എന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 100ഓളം കസ്റ്റമേഴ്സ് ഉണ്ട്. ഇവരൊക്കെ എൻ്റെ സർവീസും എൻ്റെ ആ ഒരു കാരണങ്ങൾ നിലനിർത്തും. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി ഇത് കളഞ്ഞിട്ട് പോകുന്നത് ഉചിതമല്ല, നമുക്ക് 50 കൊടുക്കുക. അങ്ങനെ 50 ഞങ്ങൾ എഗ്രി ചെയ്തു. ഒരു സംരംഭം തുടങ്ങാനിരിക്കുന്ന അല്ലെങ്കിൽ വളർത്താനിരിക്കുന്ന, അതുമല്ലെങ്കിൽ തിരിച്ചടികൾ നേരിട്ട് ആരെങ്കിലുമാണോ നിങ്ങൾ എങ്കിൽ ഈ സ്പാർക്കിൻ്റെ എപ്പിസോഡ് ഒന്ന് കാണുക. സംരംഭം തുടങ്ങാനും വിജയിപ്പിക്കാനും സത്യത്തിൽ നമുക്ക് വേണ്ടത് എന്ത് വിദ്യാഭ്യാസ യോഗ്യതയാണ്? ഉന്നത പഠനമുള്ള ഒരാൾ സംരംഭം തുടങ്ങി വിജയിപ്പിക്കണം എന്ന് നിർബന്ധമുണ്ടോ? ജീവിത സാഹചര്യങ്ങളല്ലേ നമ്മളെ കരുത്തരാക്കുന്നത്. ചിലരുണ്ട് പൊരുതി നേടിയ വിജയം. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ പരിചയപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹം ചെറിയ രീതിയിൽ എളിയ തുടക്കമായിരുന്നു, വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമില്ല. അദ്ദേഹം ഒരു പ്രവാസിയായി അവിടെ തൊഴിൽ ചെയ്ത് ഒരു കർമ്മമേഖല കണ്ടെത്തി അതിൽ വിജയിച്ച് ഇന്നൊരു ഗ്ലോബൽ കമ്പനി തന്നെ പടുത്തുയർത്തി നിരവധി പേർക്ക് തൊഴിൽ കൊടുത്ത ഒരു കഥയാണത്. ഈ സ്പാർക്കുള്ള കഥ പറയാൻ എന്നോടൊപ്പം ഇരിക്കുന്നത് എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ റഫീഖാണ്. റഫീഖ്, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു. താങ്കളെ ഞാൻ കണ്ടുമുട്ടുന്നത് ഈഗിൾ കോച്ചിങ് പ്രോഗ്രാമിലൂടെയാണ്. താങ്കൾ സൗദി അറേബ്യയിൽ നിന്ന് എൻ്റെ ഈഗിൾ അറ്റൻഡ് ചെയ്യാൻ വന്ന ഒരാളാണ്. വളരെ സന്തോഷമുണ്ട്. ഇന്നലെ കൂടി നമ്മൾ മീറ്റ് ചെയ്തുള്ളൂ. എനിക്ക് തോന്നി താങ്കളുടെ കഥ ഞങ്ങളുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കണമെന്ന്. നാട് എവിടെയാണ്? മാവേലിക്കര. പഠിച്ചതൊക്കെ എവിടെയാണ്? മാവേലിക്കര വെട്ടിയാർ എന്ന് പറയുന്ന ഗ്രാമപ്രദേശമാണ് എൻ്റെ സ്ഥലം. അവിടെ ഹൈസ്കൂൾ പഠനം TMBMHS ഹൈസ്കൂളിലാണ്. കോപ്പറേറ്റ് കോളേജായിരുന്നു, മേഴ്സ് എന്ന് പറയും. അത് കോപ്പറേറ്റ് കോളേജാണ് മാവേലിക്കര. അവിടെയായിരുന്നു. അവിടെ നിന്ന് വലിയ പഠിക്കാൻ അത്ര മിടുക്കനൊന്നും ആയിരുന്നില്ല. അന്നത്തെ കാലത്ത് പാസ്സായില്ലെന്ന് തന്നെ പറയാം. ഫാദർ ആ സമയത്ത് ഗൾഫിലാണ്. അതുകൊണ്ട് ഫാദർ ഒരു 40 വർഷത്തോളം പ്രവാസിയായിരുന്നു. അപ്പോൾ ഫാദർ എന്താണ് വിളിക്കുന്നത്? ഞങ്ങൾ അത്താന്നാണ്. അപ്പോൾ ഫാദർ നേരെ താങ്കൾ അങ്ങോട്ട് കൊണ്ടുപോയോ? ഇല്ല, ഫാദർ എന്നെ അങ്ങനെ എന്താ പറഞ്ഞ, ചിലപ്പോൾ എന്നെ അത്ര വിശ്വാസം ഉണ്ടായിരുന്നായിരിക്കും. അപ്പം എന്നെ നമ്മുടെ അടുത്തുള്ളൊരു നമ്മുടെ ഒരു ബന്ധു കൂടിയാണ്, പുള്ളിയാണ് എന്നെ മസ്കറ്റിലേക്കാണ് ആദ്യം ഞാൻ അങ്ങനെ പ്രവാസിയായി മസ്കറ്റിലെത്തി. അധികം വിദ്യാഭ്യാസവും ഇല്ല, എന്ത് തൊഴിലാണ് കിട്ടിയത്? ആക്ച്വലി അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്. എന്ത് ജോലിയാണ് അവിടെ? സൂപ്പർ മാർക്കറ്റിലെ എല്ലാം ഓൾ ഇൻ ഓൾ എന്ത് ജോലി എല്ലാം ചെയ്യണം. പക്ഷേ അവിടെ കുറച്ച് സാമ്പത്തിക പ്രതിസന്ധിയായി ആ സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ എത്ര നാൾ നിന്നു അവിടെ? അതുകൊണ്ട് ഒരു വർഷത്തോളം അവിടെ ചെയ്തു. അന്ന് ചെറു പ്രായം, എത്ര വയസ്സിലാണ് അവിടെ നിന്ന് പോകുന്നത്? 20-21 വയസ്സ്. അത്രേ ഉള്ളൂ. നമുക്കൊന്നും ലോകം എന്താണെന്ന് അറിയില്ല. പിന്നെ എന്ത് ചെയ്തു അവിടെ? അവിടെ നിന്ന് ഞാൻ അവിടുന്ന് മാറിയിട്ട് ഒരു AC-യുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. AC-യുടെ വർക്ക് ഹെൽപ്പറായിട്ട് അവിടെയും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അവിടുന്ന് കുറച്ചൊരു ട്രേഡിംഗ് കമ്പനിയിലെ മർച്ചൻഡൈസറായിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്തു. സെയിൽസ് ഫീൽഡിലേക്ക് ഇറങ്ങുന്ന ആ മർച്ചൻഡൈസിങ്, അതുപോലെ അതെനിക്ക് കിട്ടിയത് ആ കമ്പനിയിൽ 2-3 ബിഗ് ഹൈപ്പർ മാർക്കറ്റുകളുടെ മർച്ചൻഡൈസറായിരുന്നു. എനിക്ക് കുറച്ച് മനസ്സിലാക്കാൻ സാധിച്ചു, കുറേ സെയിൽസ് സംസാരിക്കാനും. പിന്നീട് അവിടെ നിന്ന് വിടേണ്ടി വന്നു. അതുപറ്റി അവിടെ സ്വദേശിവൽക്കരണം വന്നിരുന്നു, ഒമാനൈസേഷൻ വന്നു 2004 അവിടുന്ന്. അപ്പോൾ ആ മേഖലയിലുള്ള തൊഴിലെല്ലാവരുടെയും പോയി. അപ്പോൾ എങ്ങോട്ടാണ്? നാട്ടിലേക്ക് തിരിച്ചു നാട്ടിലേക്ക് തിരിച്ചു. പിന്നീട് എന്ത് ചെയ്തു റഫീഖ്? നാട്ടിലേക്ക് വന്നൊരു 4 മാസത്തോളം നാട്ടിൽ. പിന്നീട് ഫാദറിന് മനസ്സിലായി കാണും ചിലപ്പോൾ പണിയെടുക്കുമെന്ന് മനസ്സിലായിട്ട് ഒരു വിസ എടുത്ത് തിരിച്ച് വീണ്ടും റിയാദിലേക്ക് എത്തി 2005
എന്ത് ജോലിയാണ് റിയാദിൽ ചെയ്യുന്നത്? റിയാദിൽ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു ഫ്രൈറ്റ് ഫോർവേഡിങ് കമ്പനിയിൽ മെസ്സഞ്ചർ. മെസ്സഞ്ചർ ജോലി എന്താണ്? യെസ്, അവിടുത്തെ ഡോക്യുമെൻറ്റേഷൻ, ബാങ്കിൽ കളക്ഷൻസ്, അങ്ങനെയുള്ള നമ്മുടെ ഓഫീസ് ബോയ്, നമ്മുടെ നാടൻ ഭാഷയിൽ പണ്ട് പറയും പിയൂൺ, ആ ജോലിയാണ്. ഓക്കെ, അത് നന്നായി പഠിച്ചെടുത്തോ? നന്നായി പഠിച്ചെടുത്തെന്ന് ചോദിച്ചാൽ നന്നായി ഹാർഡ് വർക്ക് ചെയ്തു. ഓക്കെ, അവരുടെ കറക്റ്റ് ടൈമിൽ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെ അവിടെ ഒരു വളർച്ച ഉണ്ടായോ? യെസ്, ഉറപ്പായിട്ടും. ഞാനവിടെ പിന്നീട് എനിക്ക് വളരെ അവിടുത്തെ സെയിൽസ്മാർക്ക് നല്ല ക്യാഷ്, അങ്ങനെ ഇൻസെൻറ്റീവ് നന്നായിട്ട് കിട്ടുന്നത് കണ്ട്. അതുപോലെ തന്നെ നല്ലപോലെ ഓപ്പറേഷൻസിലുള്ള ഓപ്പറേഷൻ മാനേജറും ബ്രാഞ്ച് മാനേജറും എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. സെയിൽസിലേക്ക് ഇറങ്ങണം എന്നുള്ള ആഗ്രഹം വന്നു. സെയിൽസിലേക്ക് ഇറങ്ങി. അങ്ങനെ ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി. എന്നെ ഒരു കാർഡ്, വിസിറ്റിംഗ് കാർഡ് തരില്ല. അപ്പം മെസ്സഞ്ചർ അല്ലേ, അപ്പോൾ വിസിറ്റിംഗ് കാർഡ് അടിച്ചു തരില്ല കമ്പനി. അപ്പോൾ ഞാനിത് ചെയ്തു, അവിടെ നെയിം വെക്കാത്ത വിസിറ്റിംഗ് കാർഡ് ഉണ്ടായിരുന്നു. അവിടെ ഞാൻ കൈകൊണ്ട് എഴുതിയിട്ട് ഇങ്ങനെ കൊടുക്കും പോകുന്നിടത്തൊക്കെ. അല്ലെങ്കിൽ ഈ നമുക്കിപ്പോൾ ഡോക്യുമെൻറ്റ്സ് ബാങ്കിലിരിക്കുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കും. ബാങ്കിൽ നിന്ന് സംസാരിച്ചിട്ട് അവരുടെ അടുത്ത് ഈ കാർഡ് കൊടുക്കും. എന്തെങ്കിലും ഷിപ്മെൻറ്റ്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയണം, ക്ലിയറൻസ് ചെയ്ത് തരും. അങ്ങനെ സംസാരിച്ച് അപ്പം ഞാനിപ്പം ഇവർക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അത്യാവശ്യം സെയിൽസ് ചെയ്യാൻ പറ്റും. കുറച്ച് എൻക്വയറീസൊക്കെ വരാൻ തുടങ്ങി. ഓക്കെ, എനിക്കൊരു ഒരു കോമൺ ഇമെയിൽ ഐ ഡി ഉണ്ടായിരുന്നു കമ്പനി. സെയിൽസ് ഹെഡ് ചെയ്യുന്ന സെയിൽസ് മാനേജർ വേറെ ആളുണ്ട്. അപ്പം പക്ഷെ അദ്ദേഹമായിട്ട് അത്ര അല്ല, പുള്ളി എന്തോ മെസ്സഞ്ചർ ആണല്ലോ. അപ്പം പക്ഷെ എന്നെ ഓപ്പറേഷൻ മാനേജർ ഒരു മിസ്റ്റർ അബ്ദുൾ വഹാബ്, നമ്മുടെ, അത് എനിക്ക് പറയുമ്പോൾ സങ്കടമുണ്ട്. പുള്ളി 2 ദിവസം മുമ്പ് മരണപ്പെട്ടു. പിന്നെ എന്നെ അവിടെ ഞങ്ങളുടെ ബ്രാഞ്ച് മാനേജർ സേതു തങ്കച്ചൻ എന്ന് പറയും, മുളന്തുരുത്തി സ്വദേശം. ഇവർ രണ്ടുപേരും എന്നെ നല്ല ഹെൽപ്പ് ചെയ്തു. അവിടെ നിന്ന് എനിക്ക് ഫസ്റ്റ് എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഫാദറിൻ്റെ ഒരു ഫ്രണ്ട് വസുദേവൻ അങ്കിൾ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ കമ്പനി ആദ്യമായിട്ട് എനിക്ക് കുറച്ച് ബിസിനസ് തന്ന് ഹെൽപ്പ് ചെയ്തു. അവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു സെയിൽസ്. അപ്പോൾ കമ്പനിയിൽ ഓർഡർ കിട്ടിയപ്പോൾ യെസ്, കമ്പനി ഈ കസ്റ്റമറിനെ കുറേ കാലമായിട്ട് ഫോളോ ചെയ്യുമായിരുന്നു ബിസിനസ്സിന് വേണ്ടിയിട്ട്. പക്ഷേ അത് കിട്ടാതിരുന്നൊരു ബിസിനസ്, അത് ഞാൻ കൊണ്ടുവന്നപ്പോൾ കമ്പനി ഹാപ്പിയായി. അപ്പോൾ സെയിൽസിലേക്ക് ഇട്ടു. അങ്ങനെ സെയിൽസിലേക്ക് വന്നു. പിന്നീട് എനിക്ക് ഏതാണ്ട് ഒരു വർഷം ഫസ്റ്റ് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ 5000 റിയാലാണ്. 6 മാസം കൊണ്ട് 5000 റിയാൽ എനിക്ക് ഇൻസെൻറ്റീവായിട്ട് കിട്ടി. നെക്സ്റ്റ് ഇയറിൽ അത് ഞാൻ 50,000 ഉയർത്തി. വെരി ഗുഡ് ഇൻസെൻറ്റീവ്. അതുകൊണ്ട് അപ്പോഴത്തെ നെക്സ്റ്റ് ഇയർ ആയപ്പോഴത്തേക്ക് ഒരു 10-15 ബിഗ് കസ്റ്റമർ എൻ്റെ അടുത്തേക്ക് എത്തി. ഓക്കെ, സെക്കൻഡ് ഇയറിൽ ഞാനത് 130+ ഇൻസെൻറ്റീവാണ്. ഇറ്റ്സ് നോട്ട് എ ടോട്ടൽ പ്രോഫിറ്റ്. എനിക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവ് 130,000. ഓ, എന്ന് വെച്ചാൽ 1,30,000 ദിർഹംസ് ആണ്. 1,30,000 റിയാലാണ് ഇൻസെൻറ്റീവായിട്ട് കിട്ടും. 10% ആണ് എൻ്റെ സെയിൽസ് പ്രോഫിറ്റിൻ്റെ 10% ആണ് അന്ന് എനിക്ക് സെയിൽസ് പണം ഉണ്ടാക്കാൻ തുടങ്ങി. യെസ്, അങ്ങനെ നന്നായി തന്നെ. എത്ര വർഷം പോയി അവിടെ? ഏതാണ്ട് ഒരു 4 വർഷത്തോളം. അപ്പോൾ അപ്പോഴാണ് ജീവിതത്തിൽ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. എന്തായിരുന്നു സാഹചര്യം? ആക്ച്വലി ആ സമയത്താണ് നമ്മുടെ സെയിൽസ് മാനേജർ എന്നെക്കാളും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ തമ്മിൽ അത്ര എപ്പോഴും ലിമിറ്റഡ് ഒരു ഗ്യാപ്പ് ഇട്ട് തന്നെയാണ് നമ്മൾ എങ്കിലും. പക്ഷേ അതെനിക്ക് പെട്ടെന്ന് സ്പാർക്ക് ചെയ്തു. ഞാൻ വീണ്ടും അവിടെ കണ്ടിന്യൂ ചെയ്താൽ പുള്ളി എന്തായാലും ഇവിടുത്തെ കുറച്ച് കസ്റ്റമേഴ്സിനെ അങ്ങോട്ട് കൊണ്ടുപോകും. നമ്മുടെ കസ്റ്റമറെ കൊണ്ടുപോകും. യെസ്, ആ പോയിന്റാണ്. ആ കസ്റ്റമറെ കൊണ്ടുപോകുന്ന എനിക്ക് മനസ്സിലായപ്പോൾ ഞാനും ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു പുതിയ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി വെച്ചിരുന്നു. ഇവിടെ തന്നെ സേഫ്റ്റി വേണം. ഞാൻ ഇവിടെ നിന്ന് നമുക്ക് ചിലപ്പം ഞങ്ങളൊരു കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ഒരു ഏജൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അപ്പം അതൊരു ഫ്രാൻസ് ബേസ്ഡ് കമ്പനിയാണ്. അവർക്ക് റേറ്റ്സ് നമുക്ക് തരുമ്പോൾ ചിലപ്പം ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല. ഒരു ഫിക്സഡ് റേറ്റ് ആയിരിക്കും. ആ റേറ്റ് വെച്ച് മാർക്കറ്റിൽ പോകാൻ പറ്റില്ല. മാർക്കറ്റ് നമുക്ക് നന്നായിട്ട് അറിയാം. മാർക്കറ്റിൽ നല്ല കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പം പുള്ളിക്കാരൻ്റെ അത് മാർക്കറ്റും ഇവിടുത്തെ റേറ്റ്സും അറിയാം. ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ പുള്ളി എൻ്റെ കസ്റ്റമറിനെ കൊണ്ടുപോകും. അങ്ങനെ ഞാനൊരു
പാരലലി അവിടെ വേറെ ആരെങ്കിലും പാർട്ട്നേഴ്സ് എൻ്റെ ഒരു കസ്റ്റമർ തന്നെ എൻ്റെ കൂടെ വന്നതാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? ബാബു നായർ. ബാബു. ഓക്കെ. അപ്പോൾ അദ്ദേഹമായിട്ട് തുടങ്ങി. പിന്നെ എത്ര നാൾ കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി? ഞാനൊരു 1 വർഷത്തോളം ഞാൻ ഇവിടെ കണ്ടിന്യൂ ചെയ്തു. ഓക്കെ. ചെയ്തിട്ട് 2013 ഞങ്ങൾ ഓർബിറ്റ് 5 ലോജിസ്റ്റിക്സ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. ഇന്നത്തെ OFL ഇൻ്റർനാഷണൽ ഷിപ്പിംഗ്. ഓർബിറ്റ് എന്നൊരു കമ്പനി തുടങ്ങി. പക്ഷേ ചോദിച്ചോട്ടെ, അപ്പോൾ സൗദിയിൽ അന്നത്തെ കാലത്ത് സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങാൻ പറ്റുമോ? ഇല്ല. അന്ന് ഞങ്ങൾക്ക് ബിനാമി ബിസിനസ്സാണല്ല. നമ്മളൊരു സൗദിയെ കഫീലാവണം അല്ലെങ്കിൽ പാർട്ട്ണർ ആവണം. അപ്പോൾ ഈ കഫീൽ സിസ്റ്റം ഡേഞ്ചറാണ്. അപ്പോൾ ഈ നമ്മളുടെ എമൗണ്ട്, നമുക്ക് ബൾക്ക് എമൗണ്ട് നമ്മളുടെ അക്കൗണ്ടിലൂടെ വരുന്നതാണ് ട്രാൻസാക്ഷൻസ് വരുന്നതാണ്. ഇവർക്കറിയില്ലല്ലോ ഇത് നമ്മുടെ ക്യാഷാണോ. ഇവൻ ചിലപ്പോൾ ഈ സൗദികൾക്കൊരു വിചാരമുണ്ട് അക്കൗണ്ടിൽ വരുന്നതെല്ലാം നമ്മുടെ പ്രോഫിറ്റാണെന്നുള്ള ഒരു. അപ്പോൾ അത് കാരണം ഞാൻ ഒരു കഫാല സംസാരിക്കുമ്പോൾ കഫാല നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ കഫാല വേണ്ട, ഷെയർ തരാമെന്ന് പറഞ്ഞു കമ്പനി ഫ്രീ ആയിട്ട്. അവന് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ കസ്റ്റമർ, അവൻ ജസ്റ്റ് ഒരു ലൈസൻസ് തരുന്നതിന്. അവന് നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ്, നമുക്ക് ഇത് ബിസിനസ് എന്താണെന്ന് അറിയില്ല, ഒരു പിടിയില്ല. എന്ത് പറയണം, എങ്ങനെ എനിക്ക് ബിസിനസ് ചെയ്യണം, അതുപോലെ ഈ കസ്റ്റമറിനെ മാറ്റണം, അല്ലെങ്കിൽ കസ്റ്റമറെ നമുക്ക് നമ്മുടെ കസ്റ്റമറിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. മാറ്റണമെന്നല്ല, പ്രൊട്ടക്റ്റ് ചെയ്ത് നമുക്ക് കൂടെ നിർത്തണം. അപ്പം എന്താണ് പുള്ളിക്ക് ഓഫർ കൊടുത്തത്? 50%. 50%? യെസ്. വെറുതെ മറ്റേ ആ സൈൻ ചെയ്ത് ലൈസൻസ് തരുന്നതിന്. അപ്പം നിങ്ങൾക്ക് 25 ഒരാളും ബിസിനസ്സിൽ ചെയ്യാൻ പാടില്ലാത്തൊരു പണ്ടത്തരം കാണിച്ചു. ഓക്കെ, പൊയ്ക്കോട്ടെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്കിലും നമ്മൾ അങ്ങനെ തന്നെ ഏതാണ്ട് ഒരു ആദ്യം തന്നെ മനസ്സിലായി ആള് പ്രശ്നക്കാരനാണെന്ന് മനസ്സിലായി. പക്ഷേ കണ്ടിന്യൂ ചെയ്തു. വഴിയില്ല. അറൗണ്ട് 4 years ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. 4 അല്ല 6 years നമ്മൾ കണ്ടിന്യൂ ചെയ്തു. അപ്പോഴാണ് ഈ കമ്പനി അപ്പോൾ ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോഴും നിങ്ങൾക്കൊരു 25% ഉള്ളൂ. ഞങ്ങൾക്ക് അന്ന് വെയർ ഹൗസ് ഉണ്ട്. അന്ന് ആ സമയം ഏതാണ്ട് 1100 square feet വെയർ ഹൗസ് സ്റ്റോറേജ് ഉണ്ട്. ഓക്കെ. ഫെസിലിറ്റി ഉണ്ട്. ഏതാണ്ട് വണ്ടികൾ അറൗണ്ട് 1 years കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു 4-5 ഡൈന അങ്ങനെയുള്ള വണ്ടികൾ വന്നു. അപ്പോൾ നന്നായി ഗ്രോ ചെയ്തു. നല്ല കസ്റ്റമർ ഉണ്ട്, പ്രോഫിറ്റും ഉണ്ട്. ഞങ്ങൾ ഫ്രൈറ്റ് ഫോർവേഡിങ് ആണല്ലോ. അപ്പോൾ ആ വ്യക്തിക്ക് എന്താ ജോലി? ഈ പറഞ്ഞ ആളും എൻ്റെ ഒരു കസ്റ്റമറായിരുന്നു. ഈ സൗദി ഈ ഫയർ ഫൈറ്റിങ്ങിൻ്റെ ഒക്കെ ഒരു ചെറിയ കമ്പനി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും പൂട്ടി. പുള്ളി അപ്പോൾ ഇതിൽ ഫുൾ ടൈം ഇതൊരു വെറുതെ ഇരിക്കുകയാണ്. 50% ഷെയറും കിട്ടും. ജസ്റ്റ് പൈസ ട്രാൻസ്ഫർ ചെയ്യുക, നമ്മളിടുന്ന OTP തരിക എന്ന് പറയുന്ന പോലെ. അപ്പോൾ പുള്ളി മുതലാളിയായി, നിങ്ങളിപ്പോൾ പണിയെടുക്കുന്ന രീതിയിലായി. 25% അങ്ങനെ എത്ര 6 വർഷം പോയി. പിന്നെ എന്ത് സംഭവിച്ചു? പിന്നീട് വന്നല്ലോ കൊറോണ 2020. ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടി പോയി. ആ സമയത്താണ് ഞാനൊരു 9 മാസം ഇവിടെ തിരിച്ചു പോകാൻ പറ്റാതെ നാട്ടിലായി പോയി. ഓക്കെ. അപ്പോൾ പാർട്ട്ണർ പുള്ളി കുറച്ച് നാൾ ഇവിടെ നിന്നിട്ട് തിരിച്ചു പോയി. അതിൻ്റെ ഇടയ്ക്ക് പുള്ളി ഹാർട്ട് ഒരു സർജറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആളാണ്. അപ്പം ഈ കൊറോണ സമയത്ത് സൗദികൾക്ക് അവിടെ മോസസ് ആണല്ലോ ഈ കമ്പനി, അവർക്ക് ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോൺ കൊടുക്കുമായിരുന്നു. ലോൺ. അപ്പം നമ്മളുടെ കമ്പനി ഹിസ്റ്ററി നല്ല ഹിസ്റ്ററിയാണ്, ബാങ്ക് ഹിസ്റ്ററി. അപ്പം പുള്ളിക്കാരൻ ഞങ്ങളറിയാതെ ഒരു 1 million റിയാൽ ലോൺ എടുത്തു. 1 million റിയാൽ ലോൺ എടുത്തു. നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല, പേഴ്സണൽ ഈ കമ്പനി കാണിച്ചുകൊണ്ട്. ഞങ്ങളത് മനസ്സിലാക്കുന്നത്, ഒരു പേയ്മെൻറ്റ് നമുക്ക് പെട്ടെന്ന് ഒരു പേയ്മെൻറ്റ് വന്നു കസ്റ്റമറിൻ്റെ. ആ കസ്റ്റമറിൻ്റെ പേയ്മെൻറ്റ് വന്നപ്പോൾ ഫണ്ട് ഞങ്ങൾക്ക് ഏജൻറ്റിന് കൊടുക്കണം. ചൈനയ്ക്ക് ഒരു വലിയ ബൾക്ക് എമൗണ്ട് കൊടുക്കണം. അപ്പം പേയ്മെൻറ്റ് പോകുന്നില്ല പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏതാണ്ട് 3 മാസം എന്തോ ഇവർക്ക് എക്സംഷൻ കൊടുത്തിരുന്നു. പേയ്മെൻറ്റ് പിന്നീട് EMI പിടിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പം കൂടുള്ള ആളൊന്ന് പാനിക്കായി. താങ്കൾ ആ സമയത്ത് നാട്ടിലാണ്. ഷിപ്മെൻറ്റ് പേയ്മെൻറ്റുകളൊന്നും പോകുന്നില്ല. അപ്പം പിന്നെ ബാങ്കിൽ അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ലോണുണ്ട്, അത് അടയ്ക്കണം. ആരടയ്ക്കണം? കമ്പനി അടയ്ക്കണം. അത് കൊള്ളാം. പണ്ടാരണ്ട് പറഞ്ഞ പോലെ മലമ്പാമ്പിൻ്റെ അടുത്ത് തോളത്തിട്ടെന്ന് പറഞ്ഞ പോലെയായി. എന്നിട്ട് എന്താണ്, അപ്പം എനിക്ക് ഇവിടുന്ന് കയറിപ്പോകാൻ പറ്റില്ല, കാര്യങ്ങളൊന്നും അറിയുന്നില്ല.
പിന്നെ EMI കുറപ്പിച്ചു. കുറച്ച് ഇപ്പം ഒരു വർഷം കൊണ്ട് അടയ്ക്കേണ്ടത് 2 വർഷത്തേക്കാക്കാൻ പറഞ്ഞു ബാങ്കിനോട്. എന്നിട്ട് അത് ഞങ്ങൾ കമ്പനിയിൽ നിന്ന് അടയ്ക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും തിരിച്ചെത്തിയോ റഫീഖ്? യെസ്. അപ്പോഴത്തേക്ക് തിരിച്ചെത്തിയപ്പോൾ കമ്പനിയെ എന്താ പറയുക, ഇവൻ സൗദി എൻ്റെ പുള്ളിയുടെ മകനെ കൊണ്ടുവന്ന് കമ്പനി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത കുത്തിത്തിരിപ്പ് തുടങ്ങി. അപ്പോൾ കമ്പനി ഏതാണ്ട് നമ്മുടെ അടുത്തുനിന്ന് പിടിച്ചെടുക്കാനുള്ള പരിപാടിയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പാർട്ട്ണറിനും ഒരു ടെൻഷനായി. പുള്ളിക്കാരനെ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ എങ്ങനെ പാർട്ട്ണറെ ഒഴിവാക്കണം ഇദ്ദേഹത്തിന്. അപ്പോൾ എല്ലാവരെയും ഒഴിവാക്കണം. ഇവർക്ക് പുള്ളിയെ ഒഴിവാക്കണം, എന്നെ ഒഴിവാക്കണം. എന്നെ ഒഴിവാക്കാൻ പറ്റില്ല പെട്ടെന്ന്. പുള്ളിയെ ഈസിയായിട്ട് ഒഴിവാക്കാം. ബിസിനസ് എൻ്റെ കയ്യിലാണ്, അപ്പം കസ്റ്റമർ എൻ്റെ കയ്യിലാണ്. അപ്പോൾ എന്നെ ഒഴിവാക്കാൻ പറ്റില്ല, എന്നെ നിർത്തിയേ പറ്റൂ. അപ്പോൾ അദ്ദേഹം ഒഴിവായി. അദ്ദേഹം ഒഴിവായില്ല. അദ്ദേഹം പോകണം എന്ന് പറഞ്ഞു. പൈസ ഒന്നും കൊടുത്തില്ല പുള്ളി. എന്ന് വെച്ചാൽ കമ്പനി അപ്പോൾ എനിക്ക് പുള്ളിക്കൊരു ഒന്ന് വാഗ്ദാനം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പേയ്മെൻറ്റ് കൊടുക്കാൻ ലോണുണ്ട്. എന്താണ് നെക്സ്റ്റ് എന്താണെന്ന്, കമ്പനി എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ പുള്ളി പോയി. അപ്പോഴും താങ്കൾക്ക് 25, അപ്പോൾ പുള്ളിയുടെ കയ്യിൽ 75 ആയി. പെട്ടെന്നാണ് നമ്മുടെ പ്രിൻസ് സൽമാൻ്റെ ഒരു 2030 വിഷൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പം ബിനാമി ബിസിനസ്സുകളെല്ലാം നിർത്തണം എന്നുള്ള ഒരു ഇത് വന്ന്. അതായത് സൗദിവൽക്കരണമല്ല, നമുക്ക് ബിസിനസ്സുകാർക്ക് നേരിട്ട് ബിസിനസ് തുടങ്ങാം എന്നുള്ള ഒരു ഇൻവെസ്റ്റേഴ്സിനെ റഫീഖിന്റെ മനസ്സിലൊരു ലഡ്ഡു പൊട്ടി. അപ്പോൾ അതിനു മുമ്പ് ഞാൻ അവനോട് പറഞ്ഞു, നിൻ്റെ മകനിപ്പോൾ എല്ലാം അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം, എന്നെ ഒഴിവാക്കണം, ഞാൻ വിടുകയാണ്. അപ്പോൾ ഇത് ബിനാമി ബിസിനസ് ഇനി ഇവിടെ പറ്റില്ല, ഇവിടുത്തെ പ്രശ്നങ്ങളാണ്. നീ എന്തെങ്കിലും തരുകയാണെങ്കിൽ ഞാൻ മേടിക്കും, അല്ലെങ്കിൽ ഞാൻ നിനക്ക് വിട്ടു തന്നേക്കാം കമ്പനി എന്ന് സ്റ്റാഫിനെ എല്ലാവരോടും പറഞ്ഞു. എടുത്തോ നിങ്ങളെല്ലാവരും എടുത്തിട്ട് നിങ്ങൾ നന്നായിട്ട് നടത്ത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞാൽ, അപ്പോൾ നെക്സ്റ്റ് മന്താണ് അപ്പോൾ ഈ ഡിക്ലെയർ ആയത്. അല്ലെങ്കിൽ അപ്പോൾ അവനിങ്ങനെ പറഞ്ഞു, നമുക്കെന്നാൽ ഒഫീഷ്യലി ആക്കാം 50-50 കമ്പനി. റഫീഖ് തുടങ്ങിയ കമ്പനി അവൻ എനിക്ക് തരികയാണ് 50. അവസാനം ഇപ്പോൾ അവൻ ഇങ്ങോട്ട് പറയുകയാണ് നമുക്ക് 50-50 ആക്കാം. കൊള്ളാം. എന്നിട്ട് 50-50 എന്നുള്ള രീതിയിലേക്ക് എഗ്രി ചെയ്യുന്ന പറഞ്ഞാൽ എൻ്റെ ഒരു ബ്രാൻഡ്, എൻ്റെ കസ്റ്റമർ, ഞാനിത് കളഞ്ഞിട്ട് പോയിട്ട് ഒരു പുതിയൊരു സംരംഭം തുടങ്ങുന്നതിലും ബെറ്റർ എൻ്റെ ബ്രാൻഡ് എന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 100ഓളം കസ്റ്റമേഴ്സ് ഉണ്ട്. ഇവരൊക്കെ എൻ്റെ സർവീസും എൻ്റെ ആ ഒരു കാരണങ്ങൾ നിലനിർത്തും. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് കളഞ്ഞിട്ട് എന്താ. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി, ഇത് കളഞ്ഞിട്ട് പോകുന്നത് ഉചിതമല്ല, നമുക്ക് 50 എങ്കിൽ 50 കൊടുക്കുക. അങ്ങനെ 50-ൽ ഞങ്ങൾ എഗ്രി ചെയ്തു. അറൗണ്ട് ഒരു വർഷത്തോളം പോയപ്പം പുള്ളി പ്രതാപമൊക്കെ മാറിയില്ലേ, ഇപ്പം പാർട്ട്ണറായില്ലേ, കഫീൽ മാറിയല്ലോ, മുതലാളി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് മാറി, ഈക്വലായല്ലോ. ഇപ്പം ചെക്ക് ഒപ്പിടണമെങ്കിൽ ചെക്ക്, അതുപോലെ ബാങ്ക് ട്രാൻസ്ഫർ എല്ലാം എന്നെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പം പുള്ളിക്ക് പേടി, ഇനി ഞാൻ തിരിച്ചാവും. അങ്ങനെ അവിടെ നിന്ന് പുള്ളി ഓരോ പ്രശ്നങ്ങൾ, ബാങ്ക് സിഗ്നേച്ചർ തരില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എടുത്തു. അങ്ങനെ കുറച്ച് നാൾ മുന്നോട്ട് പോയി. അതിനുശേഷം ആണ് പുള്ളി ഇങ്ങോട്ട് വെച്ച് നീ കമ്പനി എടുത്തോ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക്. അപ്പോൾ ഈ ലോൺ അടച്ചുകൊണ്ടിരിക്കുക, ലോൺ തീർന്നിട്ടില്ല. പുള്ളിക്ക് മനസ്സിലായി കമ്പനി. അങ്ങനെ എൻ്റെ ഫ്രീ ആയിട്ട് എടുത്തോളാൻ പറഞ്ഞു. എന്നോട് ഫ്രീ ആയിട്ടല്ല, എന്നോട് ചോദിച്ചാൽ 1 മില്യൺ റിയാൽ കൊടുക്കണം. എങ്ങനെ 1 മില്യൺ ഓൾറെഡി 1 മില്യൻ്റെ ലോൺ ഇവിടെ കിടപ്പുണ്ട്. അത് കളക്കി. എന്നിട്ട് എന്ത് പറഞ്ഞു? 1 മില്യൺ ലോൺ ഇവിടെ കിടപ്പുണ്ട്, അപ്പം വീണ്ടും 1 മില്യൺ കൊടുക്കണമെന്ന്. പിന്നെ നെഗോസിയേഷൻ ചെയ്തു. അപ്പം ആ ഒരു വല്ലാത്ത അവസ്ഥയാണ്, ആ ഒരു ടൈമിങ്. ഇട്ടിട്ട് പോരാനും പറ്റില്ല. പിന്നീടൊരു നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഡിസ്കഷൻസ്, അങ്ങനെ ബാർഗെയിനിങ്. എത്രയിൽ ഉറപ്പിച്ചു? 600-ൽ ഉറപ്പിച്ചു. അപ്പോൾ 600 3 ടൈംസിൽ നിനക്ക് തരാമെന്നുള്ള ഒരു, അതിൻ്റെ കൂടെ ഞാൻ ലോണും അടയ്ക്കണം. എന്തെങ്കിലും ആവട്ടെ, നമ്മൾ തുടങ്ങി വെച്ച കമ്പനി നമുക്ക് തിരിച്ചു കിട്ടുകയാണ്. അങ്ങനെ റഫീഖിന് കമ്പനി തിരിച്ചു കിട്ടി. അങ്ങനെ കുറേ വർഷത്തിന് ശേഷം അധ്വാനത്തിന് ദൈവം തമ്പുരാൻ അനുഗ്രഹം തന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് ഞാൻ ഇപ്പോൾ ഇവന് പേയ്മെൻറ്റ് ഈ 600 ഒക്കെ കൊടുക്കുന്ന സമയത്ത് എനിക്കൊരു ഇൻവെസ്റ്റർ വേണം. അപ്പം
എൻ്റെ കൂടെ ഒരു ഇൻവെസ്റ്ററിനോട് ഞാൻ എടുത്തു ഒരു 40% കൊടുത്തിട്ട്. നല്ല ആലം എന്ന് പറയും ഇൻവെസ്റ്ററാണ് എൻ്റെ കൂടെയുണ്ട്. കമ്പനി വളർന്നു. ഇപ്പോൾ എവിടെയൊക്കെ ബ്രാഞ്ച് ഉണ്ട്? സൗദി അറേബ്യയിൽ നമുക്ക് 3 ബ്രാഞ്ചാണ്. വെരി ഗുഡ്. എവിടെയൊക്കെയാണ്? ഞങ്ങളുടെ ഹെഡ് ഓഫീസ് റിയാദാണ്, ദമാം, ജിദ്ദ. 3 ഓഫീസ്. ഓഫീസ് കഴിഞ്ഞ് GCC വേറെ എവിടെയാണ്? GCC ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ദുബായിൽ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തു. ദുബായ് ഓപ്പറേഷൻസ് 4 ബ്രാഞ്ചായി. നമ്മുടെ ഇന്ത്യയെ മറന്നോ? ഇല്ല. ഓക്കെ. ഞങ്ങൾക്ക് ഏതാണ്ട് ബാക്ക് ഓഫീസ് ഞങ്ങൾ ഇന്ത്യക്കാണ്. എവിടെയാണ്? കാക്കനാട് തന്നെയാണ്. കൊച്ചിയിൽ കാക്കനാട് ആണ് ഉള്ളത്. ഏതാണ്ട് ഒരു 22-23 സ്റ്റാഫ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ബാക്ക് ഓഫീസിൽ. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര എംപ്ലോയീസ് ഉണ്ട്? 50+ ഉണ്ട്. 50+. വെരി ഗുഡ്. കാലയളവിൽ ഇപ്പോൾ നമുക്ക് എന്ത് വിറ്റുവരെ സൗദി സെഷൻ ഉൾപ്പെടെ അവിടെ സൗദി പൗരന്മാർ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട്? അറൗണ്ട് 15 പേരോളം. വെരി ഗുഡ്. അപ്പോൾ സൗദികൾക്ക് നമ്മൾ അങ്ങോട്ട് ജോലി കൊടുക്കുന്ന സ്റ്റേജിലെത്തി. വെരി ഗുഡ്. എത്ര നമുക്ക് ടേൺ ഓവർ ഉണ്ട് വിറ്റുവരവ്? അതായത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ ഏതാണ്ട് 68 കോടി. വെരി ഗുഡ്. ആ രീതിയിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞു. യെസ്. എക്സലൻറ്റ്. റഫീഖിൻ്റെ ഭാവി സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഭാവി സ്വപ്നം ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു മേജർ പാർട്ട് കിടക്കുന്നത് യൂറോപ്പിലാണ്. ഓക്കെ. ഞങ്ങളുടെ ബിസിനസ് കൂടുതലും സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടിംഗ് കൺട്രിയാണ്. എക്സ്പോർട്ട് വളരെ കുറവാണ്. ഇന്ത്യ തിരിച്ചാണ്. ഇന്ത്യ എക്സ്പോർട്ട് കൺട്രിയാണ്. അപ്പം കൂടുതലും ഞങ്ങളുടെ ഷിപ്മെൻറ്റ്സുകൾ വരുന്നത് ഈ എക്യുപ്മെൻറ്റ്സുകളാണെങ്കിലും മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് അങ്ങനെയൊക്കെയുള്ള പ്രൊഡക്ട്സുകളാണെങ്കിലും ഒക്കെ വരുന്നത് യൂറോപ്പിൽ നിന്നാണ്. അതും ഞങ്ങളുടെ മേജർ ബിസിനസ്സിൽ മേജർ പാർട്ട് എയർ ഫ്രൈറ്റാണ്. ഞങ്ങൾ ഫ്രൈറ്റ് ഫോർവേഡിംഗ് ആണല്ലോ, ലോജിസ്റ്റിക്സ് ഫ്രൈറ്റ് ഫോർവേഡിങ്ങിൽ മേജർ എയർ ഫ്രൈറ്റാണ്. അപ്പം കൂടുതലും ആംസ്റ്റർഡാം ബേസ് ഞങ്ങളൊരു പുതിയ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ്. ആംസ്റ്റർഡാമിൽ നമ്മളൊരു ഞങ്ങളുടെ ഒരു ഓപ്പറേഷൻ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ സൗദിയും ദുബായും ഇന്ത്യയും ഇനി യൂറോപ്പിലുമായി. റഫീഖ്, ആ ഒരു കാലഘട്ടം എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷം, ഒരു 25% വേണ്ടി നമ്മൾ വേറെ ആൾക്ക് പണിയെടുക്കുന്ന പോലെ തന്നെ നമ്മൾ തുടങ്ങിയൊരു സാധനം അന്ന് അനുഭവിച്ചൊരു മാനസിക സംഘർഷമുണ്ട്. എന്നുവെച്ചാൽ ഏതൊരു സംരംഭകനും ഫ്രസ്ട്രേഷൻ്റെ ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്നൊരു സമയമാണ്. അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ആക്ച്വലി ആ സമയത്ത് എൻ്റെ ഫാമിലി നാട്ടിലാണ്. ഈ സൗദിയുമായിട്ടുള്ള നമ്മുടെ ഒരു പ്രശ്നങ്ങളുള്ള സമയത്ത് വൈഫിന് ഇവിടുന്ന് പെട്ടെന്ന് വരാൻ പറ്റത്തില്ല. ഒരു ജോലി ഉണ്ടായിരുന്നു. മക്കൾ പഠിക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ പേരൻസിനെ ഞാൻ പെട്ടെന്ന് എനിക്ക് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് പേരൻസിനെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, അങ്ങോട്ട് കൊണ്ടുവന്നു. ഏതാണ്ട് ഒരു വർഷത്തോളം അവരെൻ്റെ കൂടെ അവിടെ നിന്ന് ഇതൊന്ന് സെറ്റിലാവുന്നത് വരെ അങ്ങനെ ഒരു സഹായം അവർ ചെയ്തു. അതിനോടൊപ്പം റഫീഖ് ഇപ്പോൾ 20-21 വർഷമായി അല്ലേ സൗദിയിൽ. ഈ കാലയളവിൽ പല മാറ്റങ്ങളും സൗദിക്ക് ഉണ്ടായിട്ടുണ്ട്. സൗദി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റിയ നല്ല വളക്കൂറുള്ള മണ്ണാണോ? ഉറപ്പായിട്ടും. സൗദി അറേബ്യ ഇൻവെസ്റ്റേഴ്സിനെ ഇപ്പം വെൽക്കം ചെയ്യുന്ന ഒരു സമയമാണ്. അറിയാമല്ലോ, അടുത്ത മെഗാ പ്രൊജക്റ്റുകൾ അവരുടെ വേൾഡ് കപ്പ്, എക്സ്പോ, അതിൻ്റെ കൂടെ തന്നെ പ്രൊജക്റ്റുകൾ പറയാൻ കിദിയ പ്രൊജക്ട്സ്, അതുപോലെ റിയാദിലെ വെച്ച് നോക്കുകയാണെങ്കിൽ കിങ് സൽമാൻ പാർക്ക്, പിന്നെ നിയോം പ്രൊജക്റ്റ് അറിയാമല്ലോ, നിയോം, അങ്ങനെയുള്ള കുറേ പ്രോജക്റ്റുകൾ നൂറുകണക്കിന് പ്രൊജക്ട്സ്. അത് മാത്രമല്ല നമുക്കിപ്പോൾ സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങാം. ഈസി ആയിട്ട് 12,000 റിയാൽ ഉണ്ടെങ്കിൽ നമുക്ക് കമ്പനി ഇൻവെസ്റ്റർ ലൈസൻസ് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഇപ്പം ഞാൻ ഈ വർഷവും തന്നെ സൗദിയിൽ ഹോട്ട് പാക്ക് എന്ന് പറഞ്ഞൊരു കമ്പനി അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ റെഗുലറായിട്ട് വരാറുണ്ട്. അപ്പോൾ ആ സെഷന് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത്, പണ്ട് കാണുന്ന സൗദി, ഞാൻ പണ്ടും സൗദിയിൽ വന്നിട്ടുള്ള ആളാണ്. അന്നൊക്കെ എന്നൊക്കെ പറയുന്ന ഒരു സ്വാതന്ത്ര്യം, നമുക്ക് സൗദി എന്ന് കേൾക്കുമ്പോൾ പേടിയായിരുന്നു എല്ലാവർക്കും. ഇവൻ നമ്മുടെ നേഴ്സുമാരും ഒക്കെ അവിടെ പോകാൻ ഭയന്നിരുന്നു. ഇന്ന് കംപ്ലീറ്റ് മാറി. സ്ത്രീകൾ, ഇവൻ പർദ്ദയില്ലാതെ നടക്കുന്ന സ്ത്രീകളെ ഞാൻ കാണുന്നു. എല്ലാം ഫ്രീഡം. ഒരു വലിയ മാറ്റം തന്നെ ആ സമൂഹത്തിൽ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് നാളായിട്ട്. വളരെ മാറ്റമാണ്. ഇപ്പം ഞാൻ പോകുന്ന സമയത്തൊക്കെ മുഖം മറച്ചും അതുപോലെ അബായ ഇടാതെ വെളിയിൽ പോകാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ സഹോദരികൾ അങ്ങനെ പണ്ട് നേഴ്സുമാരൊന്നും വരാൻ മടിക്കുമായിരുന്നു. അതെ, ഇപ്പം അവർക്കൊക്കെ അതുപോലെ നമുക്ക് ഗെറ്റ് ടുഗദർ ആണെങ്കിലും പാർട്ടികൾ നടത്താം. അതുപോലെ നമ്മുടെ ഒത്തിരി സംഘടനകളുണ്ട്. ഇപ്പം പണ്ട് പാട്ടും അതുപോലുള്ള ഗാനമേള അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഇപ്പം സാധാരണ നമ്മുടെ ഏത് രാജ്യത്ത് പോകുന്ന പോലെ അതേപോലെ സ്വാതന്ത്ര്യം അതിലും ഫ്രീഡം ആയെന്ന് തോന്നുന്നു.
അതിലും ഫ്രീഡം നല്ലൊരു മണ്ണ് തന്നെയാണ്. നല്ലൊരു മണ്ണ് തന്നെയാണ് തീർച്ചയായിട്ടും. ബിസിനസ്സിന് വളരെ നല്ല സ്ഥലമാണ് സൗദി അറേബ്യ എസ്പെഷ്യലി. റഫീഖ് വളരെ ചെറിയ രീതിയിൽ കുറച്ച് തൊഴിലൊക്കെ പഠിച്ചു. ആദ്യം കിട്ടിയ ഒരു ഓഫീസ് ബോയ് എന്നല്ല പിയൂൺ എന്ന് പറയുന്നത്, ആ ജോലിയിൽ നിന്നാണ് താങ്കൾ വളർന്നത്. സെയിൽസിലേക്ക് കടന്ന് ഒരു സംരംഭം തുടങ്ങി. ഇന്ന് 68 കോടി വിറ്റുവരും ഒരു 50 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന രീതിയിലൊക്കെ വളർന്നു കഴിഞ്ഞു. ഇനി ഉയരങ്ങളിലേക്ക് വളരും, പറക്കും എന്നൊക്കെ ഒരു നല്ല ആത്മവിശ്വാസം ഉണ്ട് നമ്മുടെ ഈഗിൾസിനെ പോലെ. തീർച്ചയായിട്ടും നന്നായി ഈഗിളല്ലേ, തീർച്ചയായിട്ടും.